ഉപനിഷത്ത് രഹസ്യമായ സനാതനധർമ്മത്തെ വലിയ പരിക്കുകളില്ലാതെ 10 കൊല്ലം മുമ്പ് വരെ പേറി നിന്നിരുന്ന ഇന്ത്യയിലെ ഏക ഇടമായിരുന്നു ശബരിമല. ഇപ്പോൾ മലയാളിയുടെ മുമ്പിൽ 3 വഴികൾ. ഒന്ന്, തിരുവള്ളുവർ, ആദിശങ്കരൻ, ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി, അതേപോലെ ഗണിതശാസ്ത്രത്തിലെ മഹാപ്രതിഭയായിരുന്ന ശ്രീനിവാസ രാമാനുജൻ, ശാസ്ത്രജ്ഞനായ CV രാമൻ, ത്യാഗരാജസ്വാമികൾ, ചെമ്പൈ, G ദേവരാജൻ, യേശുദാസ്, നെയ്യാറ്റിങ്കര വാസുദേവൻ, TM കൃഷ്ണ, സുന്ദർ പിച്ചൈ തുടങ്ങിയവരെ സൃഷ്ടിച്ച സനാതനധർമ്മത്തെ സ്വീകരിക്കാം. 2, ഉദയനിധിമാരൻ മാരക വിഷമാണെന്ന് പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് സനാതനധർമ്മത്തെ ഏത് വിധേനയും പൊരുതി ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വഴി. 3ാമത്തെ വഴി, ഗാന്ധിജിക്കും പട്ടേലിനും പിന്നാലെ സനാതനധർമ്മത്തെയും പൂർണ്ണമായിട്ടും BJPക്ക് വിട്ടുകൊടുക്കുക. അയ്യപ്പ സംഗമം LDFനെ ചിലപ്പോൾ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ സഹായിച്ചെന്നിരിക്കും. പക്ഷേ രണ്ടായാലും ഇതുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് BJP ആയിരിക്കും.